ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സിമ്പിൾ ഓലൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ഓലൻ എന്ന് പറയുന്നത് ഒരു കണ്ണൂർ സ്റ്റൈൽ ഓലൻ്റെ റെസിപ്പിയാണിത്. സാധാരണ ഓലൻ്റെ റെസിപ്പിയേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പച്ചക്കായ ഉണ്ടെങ്കിൽ ഒരു പച്ചക്കായ കൂടി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഉപ്പും വെള്ളവും ചേർത്ത ശേഷം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇതാ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. പയർ അഥവാ അച്ചിങ്ങ എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് 1 കപ്പോളം ഉണ്ടാവും. ഇത് കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതിൽ തേങ്ങയുടെ 2 പാല് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കുമ്പളങ്ങയും പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1 പാല് ചേർത്ത് കൊടുക്കാം. 1 പാലും 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും, അതുകൊണ്ട് തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഓലൻ റെഡിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,